ഹലോ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാത്തിമ റിനി. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചിട്ട് പല ധാരണകളുണ്ടെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാറുണ്ടല്ലേ എപ്പോഴും. അത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല ധാരണകളായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കുറിച്ചിട്ട് ചീത്ത ധാരണകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ വരുന്ന സമയത്ത് ഉള്ള രണ്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. ഒന്ന് സെൽഫ് എസ്റ്റീം, മറ്റൊന്ന് സെൽഫ് ആക്സെപ്റ്റൻസ്. ഇതിലേതാണ് ഹെൽത്തിയർ, ഏതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം? ഞാൻ പറയും സെൽഫ് ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത്. ബിക്കോസ് സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ അതെപ്പോഴും നമ്മൾ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഞാൻ എക്സാമിൽ തോറ്റുപോയി, അതുകൊണ്ട് ഞാനൊരു തോൽവിയാണ്. എനിക്ക് റിലേഷൻഷിപ്പ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഐ എം റിയലി ഗുഡ് പേഴ്സൺ. അല്ലെങ്കിൽ എനിക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദാറ്റ് ഈസ് വൈ ഐ എം എ റിയലി ഗുഡ് പേഴ്സൺ. അങ്ങനെ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതെല്ലാം സ്പെസിഫിക് ആസ്പെക്ട്സ് ആണ്. ജോലി, പഠനം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മളെ ഫിസിക്ക്, നമ്മളെ ബ്യൂട്ടി, നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ്, ഇതെല്ലാം സ്പെസിഫിക് ആസ്പെക്ട്സ് ആണ്. ആൻഡ് ഈ സ്പെസിഫിക് ആസ്പെക്ട്സ് എല്ലാം ചേഞ്ചബിൾ ആണ്, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇന്ന് ജോലിയുള്ളവന് നാളെ ജോലി ഇല്ലാതാവാം, ഇന്ന് കൂടെ എല്ലാവരും ഉള്ളവന് നാളെ കൂടെ ആരും ഇല്ലാണ്ടാവാം. ഓർ ഇന്ന് ഒരു രീതിയിലും ഫിനാൻഷ്യലി സെറ്റപ്പ് ആവാത്ത ഒരാൾക്ക് നാളെ നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പിലോട്ട് എത്താൻ പറ്റുന്നതും ആവാം. അതുകൊണ്ട് ഈ സ്പെസിഫിക് ആസ്പെക്ട്സ് എല്ലാം ചേഞ്ചബിൾ ആണ്. ഇതെല്ലാം മാറിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റാം? അപ്പോൾ നമുക്ക് നമ്മളെ ഏത് ബേസിലാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏതിലാണ് നമ്മുടെ വാല്യൂ കിടക്കുന്നത്? അങ്ങനെയുള്ള ഒരു പെർമനൻ്റ് ആസ്പെക്റ്റാണ് വി എക്സിസ്റ്റ് ആസ് ഹ്യൂമൻസ് എന്നുള്ളത്. നമ്മളെ വെരി എക്സിസ്റ്റൻസ്, നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഹ്യൂമൻസ് ആയിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മളെ വാല്യൂ കിടക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈക്വൽ ആണ്. വി ഓൾ ഹാവ് ഈക്വൽ വാല്യൂ ആസ് ഹ്യൂമൻസ്. എന്നാൽ എല്ലാവരും സെയിം ആണോ? നോ. എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്ട്രെങ്ത്സ് ഉണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട്. മറ്റൊരാൾക്കുള്ളത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല, എൻ്റെ അടുത്തുള്ളത് മറ്റൊരാൾക്കും ഉണ്ടാവില്ല. സോ സെൽഫ് ആക്സെപ്റ്റൻസ് ആണ് അവിടെ വേണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് ഉള്ളതും ഇല്ലാത്തതും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ എന്ന വ്യക്തി. എൻ്റെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ എന്ന വ്യക്തി. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് വീക്ക്നെസ്സസിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ആ വീക്ക്നെസ്സസിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടെ ഒരു പടി മേലേക്ക് വരാൻ പറ്റുക, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുക ഈ ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ്. So നമ്മളെല്ലാം let us get ready to accept ourselves as who we are. Thank you.